പിന്നെ എന്താ നടന്നത്? 2 ദിവസമായി കാട്ടിൽ നിന്ന് പുറത്തു പോകാനായി ശ്രമിക്കുക. പക്ഷെ എനിക്ക് വഴി കണ്ടെത്താനായില്ല. അടുത്ത് പോവല്ലേ? ഒരാൾ മരിച്ച സ്ഥിതിക്ക് നോക്കുവാണെങ്കിൽ എന്തോ വലിയ സംഭവമുണ്ട്. രണ്ടുപേരും മരിച്ചത് വെച്ച് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ വലിയ എന്തോ പ്രശ്നമാണ്. വെള്ളം വേണോ? കുറച്ച് കുടിച്ചോ? നിന്റെ കൂടെ വന്ന എല്ലാവരും ആ പ്രേതത്തിനെ കണ്ടോ? നിന്റെ കൂടെ വന്ന് നിന്റെ 3 ഫ്രണ്ട്സിനെ അത് കൊന്നു. എങ്ങനെയാണെങ്കിലും നിന്നെ തേടി തന്നെ അത് വരും. ആദ്യം എവിടെയാണെന്ന് അറിയില്ല, അവനെ കണ്ടുപിടിക്കണം. തിരിഞ്ഞു നോക്കണ്ടു വാ. പുലർച്ചെ ആവുന്നതിന് നമുക്ക് ഈ കാടിൽ നിന്ന് വെളിയിൽ പോകണം. എന്തോ സൗണ്ട് വരും. വാ പോവാം വാ. എന്തു പറ്റി? എന്തു പറ്റി? എന്താ ബാഗോ? എന്തോ ഡയറി ഒക്കെ ഉണ്ട്. വാ വാ ഇരിക്കും. എന്താ എഴുതിയിരിക്കുന്നത്? എൻ്റെ പേര് പാണ്ഡ്യൻ. എല്ലാവരും എന്നെ പാണ്ഡ്യൻ എന്നാണ് വിളിക്കുന്നത്. തേനിക്കടുത്തുള്ള പന്നൂരാണ് എൻ്റെ സ്ഥലം. എൻ്റെ അച്ഛനും അമ്മയും ഞാൻ കുട്ടിയായിരുന്നപ്പോഴേ മരിച്ചു പോയതാണ്. എൻ്റെ അമ്മാവൻ്റെ വീട്ടിലാണ് ഞാൻ വളർന്നത്. മാമ വളരെ നല്ലൊരാളാണ്. പക്ഷേ അമ്മായി അമ്മാവനെ പോലെ ആയിരുന്നില്ല. എൻ്റെ ഡിഗ്രി കഴിയുന്നതുവരെ ഒരു സന്തോഷത്തോടെയല്ല ഞാനവിടെ കഴിഞ്ഞിരുന്നത്. ഇതാണ് കതിരേശൻ മുതലാളി. ഇദ്ദേഹത്തെ ഞങ്ങൾ സ്നേഹത്തോടെ അമ്മാവെന്ന് വിളിച്ചിരുന്നത്. കേരളത്തിൽ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. പലിശയ്ക്ക് കാശ് കൊടുക്കുന്ന ആൾക്കാരിൽ നിന്നും പണം പിരിച്ചെടുക്കലാണ് എൻ്റെ ജോലി. നല്ല ശമ്പളം, നല്ല സ്ഥലം. ഇവിടെ ഞങ്ങൾ 4 പേരാണ് ജോലി ചെയ്യുന്നത്. രാവിലെ 7 മണിക്ക് കളക്ഷന് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ഞങ്ങൾ അതെല്ലാം അവസാനിപ്പിച്ച് തിരിച്ച് റൂമിലെത്തും. അതിനുശേഷം ചീട്ട് കളിക്കലാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. ഒരു ദുശീലവും ഞങ്ങളുടെ കതിരേശൻ അമ്മാവന് ഇഷ്ടമല്ലായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. ഈ നാട്ടിൽ വന്നിട്ട് 3 മാസം കഴിഞ്ഞു. പന്നൂർക്ക് പോകണമെന്നുള്ള ചിന്ത പോലും ഇല്ലാതായി. കാരണം ഇവിടെ സംസാരിക്കുന്ന ഭാഷ, പുട്ടും കടലയും കപ്പക്കിഴങ്ങ്, അതിലൊക്കെ ഉപരി ഇവിടുത്തെ സുന്ദരിയായ പെൺകുട്ടികളും. പിന്നെ എങ്ങനെ തിരിച്ച് നാട്ടിൽ പോകാൻ തോന്നും? ഇനി ഇവിടെ തന്നെയാണ്. ഒരു ദിവസം കളക്ഷന് പോകുന്ന വഴിയിൽ ഒരു കാർ ആക്സിഡൻറ്റിൽ അലക്സാണ്ടറെ പരിചയപ്പെട്ടു. അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഞാനായിരുന്നു. അതിനുശേഷം അവരുടെ കുടുംബത്തിലൊരു അംഗമായിട്ട് ഞാൻ മാറി. അതുകൂടാതെ അദ്ദേഹം മലയാളം നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാട് ചെന്നൈയിലാണ്. ചേച്ചി മാത്രമാണ് മലയാളി. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ഹലോ പാണ്ഡി, സുഖം തന്നെ? സുഖമായിട്ടിരിക്കുന്ന ചേട്ടാ. ഇപ്പോൾ കാലിനെങ്ങനെയുണ്ട്? അങ്ങനെ തന്നെ ഉള്ളത്. അത് പോട്ടെ, നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. കുറച്ച് ജോലി ഉണ്ടായിരുന്നു ചേട്ടാ, അതാ വരാൻ പറ്റാഞ്ഞേ. നീ ഇരിക്കേ. அடி ரோஸ்லி, ஆரோ வந்திருக்காங்க, நீ வந்து பாரு. ரோஸ்லி. என்ன பாண்டி, நல்லா இருக்கியா?
நல்லா இருக்கு நல்லா இருக்காக்கா. நீ எங்களை மறந்துட்ட. நான் உன்கிட்ட சொல்லியிருக்கேன்ல இந்த சைடு வரும்போது இங்க வந்து சாப்பிட்டுட்டு போன. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. நீ அக்கா அக்கான்னு கூப்பிடுறதெல்லாம் சும்மாதானா? நீ பேசுகிற தமிழ் எனக்கே புரிய மாட்டேங்குது. என்ன சொன்னீங்க? இல்லை, நீ இப்படி ஸ்பீடாக பேசுறது எனக்கே புரிய மாட்டேங்குது. எப்படி பாண்டியனுக்கு புரியும்? நீங்க என்ன சொன்னீங்கன்னு எனக்கு தெரியும். നീ ഇങ്ങനെ സാപ്പിട്ട് താൻ പോണം. അതേ പാണ്ടി, ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് പോകാവൂ. ചെന്നൈയിൽ നിന്ന് എൻ്റെ മോള് വന്നിട്ടുണ്ട്. ഇന്ന് വെച്ച മീൻ കൂട്ട നന്നായിരിക്കും. ശരി, ഞാൻ കുളിച്ചിട്ട് വരാം. മണം കേട്ടിട്ട് സഹിക്കാൻ പറ്റില്ല അക്കാ. என் பொண்ணு சென்னையில் தான் படித்து வளர்ந்தது. அவளுக்கு தமிழ்னா ரொம்ப பிடிக்கும். வீட்டில் அப்பாவும் மூலம் எந்த நேரமும் தமிழ் தான் பேசிட்டு இருப்பாங்க. நீ டென்ஷனாக வேண்ட பாண்டி. அவளுக்கு இதே பழக்கமாயிடுச்சு. பாட்டு கேட்டு தான் எந்திரிப்பாங்க. പറടാ. സോറി മച്ചാ, ഞാനിപ്പോ വരാം. അക്ക അത്യാവശ്യത്തിന് കുറച്ച് പണിയുണ്ട്, ഞാൻ പോയിട്ട് വരട്ടെ. പാണ്ടി ഇരുന്ന് സാപ്പിട്ടിട്ട് പോപ്പാ. ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് വരാം അക്ക. എന്ന? അല്ല അല്ല, മധ്യാഹ്നം വരണം, കണ്ടിപ്പാ വരണം. ഉറപ്പായിട്ട്. എവിടെയാടാ നീ പോയത്? ഇത് മൂന്നാമത്തെ ചായ. അലക്സാണ്ടർ ചേട്ടന്റെ വീട്ടിൽ പോയതാ. ശരി, അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? ഇപ്പൊ അദ്ദേഹത്തിന് നടക്കാൻ വല്ലതും പറ്റുന്നുണ്ടോ? ആ, ഇപ്പൊ കുറച്ചൊക്കെ നടക്കും. ഡാ, എന്താ നീ എന്താ ഈ ആലോചിക്കുന്നേ? അല്ല, അലക്സാണ്ടർ ചേട്ടന് ഒരു മകളുണ്ടല്ലോ. അതെ, നീ ചെന്നൈ പഠിക്കാന്ന് പറഞ്ഞില്ലേ? ഞാനെന്നാ പെണ്ണെ കണ്ടു മച്ചാ. അവൾ എങ്ങനെയാ? അത് പെണ്ണല്ല, എന്റെ ദേവതയാ. എങ്ങനെയാടാ? കണ്ടപ്പോ തന്നെയോ? നീ പൊളിക്ക്. നാളെ മുതൽ നീ അവിടെ തന്നെ ആയിരിക്കും. നാളെ മുതലല്ല, ഇന്നു മുതൽ എനിക്ക് അവിടെ തന്നെ ആഹാരം. ആഹാ, ആളെത്തിയല്ലോ. ആരാച്ചാ അത്? ആരാ മോളെ? അവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നത്? അത് നമ്മുടെ പാണ്ഡ്യനാ. എന്താ മോള് നോക്കുന്നേ? എന്താച്ചാ ഇത്? സുന്ദരനായല്ലോ. അങ്ങനെയോ? അപ്പോ ചേർച്ചിലേക്ക് പോകുമ്പോ പെണ്ണുങ്ങളെ ലൈൻ അടിക്കുകയല്ലേ? എന്റെ അമ്മയ്ക്ക് മത്സരത്തിന് ഒരാളും വരാൻ പോന്നു. അമ്മാ, എന്നടി ഇങ്ങ വന്ന് അപ്പ പண்ற വേലയെ പാരുങ്ങമ്മാ. നിന്റെ അച്ഛൻ ആണഴകനാണല്ലോ. എന്റെ ഭംഗിയാണ് നിനക്ക് കിട്ടിയത്. അതെ അതെ. ആ എൻ്റെ പെണ്ണ് ഡയറ്റിലാണെന്ന് തോന്നുന്നല്ലോ. അതുകൊണ്ടായിരിക്കും ലഞ്ചിന് പകരം ബ്രെഡ് കഴിക്കുന്നത്. സ്ലിമ്മാണെങ്കിലും ആള് സുന്ദരി തന്നെയാ. ഇവന്റെ നോട്ടം അത്ര ശരിയല്ലല്ലോ. ഇനിയെങ്ങനെ ഞാൻ മനസ്സിൽ പറഞ്ഞത് ഇവിടെ കേട്ട് കാണുമോ? ഹലോ, എന്താ പരിപാടി? ഫുഡ് കഴിക്കുക. തമാശ പറഞ്ഞതാണല്ലേ? കണ്ടിട്ട് കഴിക്കുന്ന പോലെയല്ലല്ലോ തോന്നുന്നേ. എന്തോ കഴിക്കാൻ വേണ്ടി അതിയായി മോഹിക്കുന്ന പോലെ ഉണ്ട്.
അങ്ങനെയൊന്നുമില്ല. ഇന്ന് നീ രക്ഷപ്പെട്ടു, പക്ഷെ എന്നെങ്കിലും ഒരിക്കലും എന്റെ കൈ കിട്ടും. അതുകൊള്ളാം, അവനിവിടുത്തെ മരുമോനാണല്ലോ പായസം കൊടുക്കാൻ. എന്താ മോളെ, നിന്നെ കണ്ട് പാണ്ടി ഭയന്ന് ഓടുന്നല്ലോ. പാണ്ടിയായാലും ആരായാലും അവന്റെ നോട്ടത്ര ശരിയല്ല. ഇവന്മാരൊന്ന് വീട്ടിൽ കേറ്റല്ല അച്ഛാ. അങ്ങനെയൊന്നും പറയരുത്. അവനന്നില്ലെങ്കിൽ നിന്റെ അച്ഛനൊന്നും ഉണ്ടായിരിക്കില്ല മോളെ. അണ്ണാ, ജോൺസൺ അണ്ണാ. വാ പാണ്ടി, വാ വാ. അണ്ണാ, ഇത് കതിരേശ മാമൻ കൊടുത്തത്. ആയിക്കോട്ടെ, വളരെ നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ. മോളുടെ കല്യാണത്തിന് എന്തു ചെയ്യണമെന്നറിയാതെ പേടിച്ചിരിക്കുകയായിരുന്നു. ഈ പണം എനിക്ക് വളരെ സഹായകരമായിരിക്കും. നന്ദിയുണ്ട് ഓക്കെ കേട്ടോ. അണ്ണാ, എന്നാ പറ. പെട്ടെന്ന് ആ മാർക്കറ്റിലെ കണക്കൊക്കെ തീർത്ത് വെക്ക്. ശരി ചേട്ടാ. ചേട്ടാ, എന്താ ചേട്ടാ ഒരു വല്ലായ്മ? അറിഞ്ഞില്ലേ, നമ്മുടെ ഈ പരിസരത്ത് ഏതോ ഒരുത്തൻ കുറഞ്ഞ പലിശയ്ക്ക് പണം കൊടുത്ത് കളക്ട് ചെയ്യണ്ടെന്ന് കേട്ടു. അത് നമുക്ക് വലിയൊരു അടിയായിട്ടുണ്ട്. അവന്റെ പേരെന്തോ കതിരേശെന്നോ മറ്റോ ആണ്. അതാണ് ആകപ്പാടെ. അതാണോ കാര്യം? അത് വിട് ചേട്ടാ, എന്നോട് പറഞ്ഞില്ലേ, ഇനി അത് മറന്നേക്ക്, ഞാൻ നോക്കിക്കോളാം. രണ്ട് ദിവസം കഴിഞ്ഞ് ഇന്നാണ് കട തുറന്നത് പാണ്ടി. നാളെ ചേർത്ത് തന്നോളാം. ശരി ചേട്ടാ. കുഞ്ഞിന് സുഖമില്ലെന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് സീരിയസ് ആണ് പാണ്ടി. പനി വളരെ കൂടിയിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിന് ഭയങ്കര വിഷമം. എന്താ, കാശിനുള്ള പ്രോബ്ലം ആണോ? കയ്യിലുള്ള സ്വർണ്ണൊക്കെ വിറ്റിട്ട് ആ ചികിത്സ നടത്തുന്നത്. എന്താണെങ്കിലും പറ ചേട്ടാ, മടിക്കണ്ട. എന്നോടൊന്നും വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അത് പിന്നെ നിനക്ക് ഞാൻ ഒരുപാട് പണം തിരിച്ചു തരാമുണ്ടല്ലോ പാണ്ടി. ഈ ഒരു അവസ്ഥയിൽ ചോദിക്കാൻ. ചേട്ടാ, ദാ ഇത് വെച്ചോ. ഇതെന്റെ സ്വന്തം കാശാ. ചേട്ടന് എപ്പോഴാണോ തോന്നുന്നു അപ്പം തന്നാ മതി. ആദ്യം കുഞ്ഞിനെയും കുട്ടി ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക്. കേട്ടല്ലോ? നന്ദിയുണ്ട് പാണ്ടി. നിക്കണ അവിടെ. ഇവിടെ എന്താടാ കാര്യം? കളക്ഷൻ ഒന്നാ. ഓ, കളക്ഷൻ. ഇവിടെ കളക്ഷൻ ആണേലും ഞങ്ങളേ ഉള്ളൂ, കമ്മീഷൻ ആണേലും ഞങ്ങൾ മാത്രം. ഇവിടെ എല്ലാം ഞങ്ങളാ, മനസ്സിലായോ? ചേട്ടൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഏരിയയിൽ പുതിയതായിട്ട് ഒരുത്തൻ കച്ചവടം നടത്തുന്നുണ്ടെന്ന്. അത് നീയാണോ? ഇനി ഒരു വട്ടം നിന്നെ ഞാൻ ഇവിടെ കറങ്ങി നടക്കുന്ന കണ്ടാൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ. പിന്നെ 10 ദിവസം ആയല്ലോ കാശ് തന്നിട്ട്. കുട്ടിക്ക് തീരെ സുഖമില്ല. നിന്റെ ഈ പ്രശ്നമൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ചേട്ടാ, അത് കുട്ടിക്ക് മരുന്ന് വാങ്ങാനുള്ള കാശാണ്. അത് ഇന്ത്യയിൽ വേറെ ഒന്നും ഇല്ല ചേട്ടാ. ഞാനത് പിന്നെ തരാൻ ചേട്ടാ. ദയവ് ചെയ്ത് എനിക്കത് തരണം ചേട്ടാ. മരുന്ന് വാങ്ങാൻ ഒരു കാര്യം ഓർത്തോ, നീ കളക്ഷൻ കറക്റ്റായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, മനസ്സിലായോ? ഇവനൊക്കെ മനുഷ്യജന്മം തന്നെയാണോ? ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഇതാ കണക്കല്ലേ ഇതിനകത്തുണ്ട്, നോക്കിയോ. ആ ഡാനിയൽ വന്നിട്ട് അവൻ്റെ ഏരിയയിൽ കളക്ഷൻ നടത്താൻ പാടില്ലെന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. എന്തിന്? ആ ലെനീഷിൻ്റെ അനിയൻ. ഓ, ആ ഏരിയയിലത്തെ കളക്ഷൻ ഇനി ഞാൻ നോക്കിക്കൊള്ളാം കേട്ടോ. തൽക്കാലം നീ ആ ഭാഗത്തേക്ക് പോകണ്ട. അവന്മാരെ അല്പം തരികടേ. ശരി അമ്മാവ. നമുക്ക് കളിക്കാം. എൻ്റെ അമ്മോ, ഇവളായിരുന്നു. ഇവളെന്താ ഇവിടെ? ഇന്ന് ശരിക്കും പെട്ടു അല്ലേ? ആരെങ്കിലും വന്നിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. എന്താ? അതൊന്നുമില്ല. എന്താടോ, എന്താ തന്റെ പ്രശ്നം? അത് അനസു. എന്താ അനസു? എന്തില്ല? എന്താ പെമ്പിള്ളേരുള്ള വീട് നോക്കിപ്പോയി നീ ലൈൻ അടിച്ചോണ്ടിരിക്കുക? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഓ, അപ്പോ ഞങ്ങളാണല്ലേ നീ ഉള്ള സ്ഥലം നോക്കി വന്ന് നിന്നോണ്ടിരിക്കുന്നത്? കളക്ഷന് വന്നതാ. കളക്ഷനോ? അത് ഞാൻ ഉദ്ദേശിച്ചത്. നീ
പെമ്പിള്ളേരുടെ ലിസ്റ്റ് കളക്ട് ചെയ്യുന്ന ആളാണല്ലേ? അതെ, ഞാൻ പിന്നെ വരാം. നിക്ക് ചേട്ടാ, എന്താ ചേട്ടാ കളക്ഷന് വന്നിട്ട് കാശ് വാങ്ങാതെ പോകുന്നത്? വീട്ടിലെ ആളില്ലെന്ന് വിചാരിച്ചു, അതാ. ഇവള് എന്റെ ഫ്രണ്ട് ബി ആണ് ചേട്ടാ. നമ്മുടെ അലക്സാറിന്റെ മകളാണ്. ചെന്നൈയിലാണ് ഇവള് താമസിക്കുന്നത്. ഇപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്. ശരി, ഞാൻ പോയി. എന്താടി ഇവിടെ നിൽക്കുന്നത്? അതാരാ? നമ്മുടെ പാണ്ഡിച്ചേട്ടൻ. നിനക്കറിയില്ല? 3 മാസത്തിന് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നതാണ്. പലിശക്ക് കാശ് കൊടുക്കും. ഞങ്ങള് തമിഴരായതുകൊണ്ട് പ്രത്യേക സ്നേഹമാണ്. ഓ, മലയാളിയാണല്ലേ? അതെ. ഏയ്, നിന്റെ അച്ഛനെ അയാളല്ലേ രക്ഷിച്ചത്? അന്ന് ആ ചേട്ടനില്ലെങ്കിൽ നിന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചേനെ. പറയടി. എടി, നീ പാണ്ഡിച്ചേട്ടനെ കളിയാക്കിയോ? അതെ, അതിനെന്തപ്പോ? ഏയ്, പാവല്ലേ അവര്. എടി, അവന്റെ നോട്ട് ശരിയല്ലായിരുന്നു, അതുകൊണ്ടാ. നീ അത് കണ്ടോ? എന്നെ തുറിച്ചു നോക്കുകയായിരുന്നു. ഞാൻ കണ്ടതല്ലേ, അതുകൊണ്ട് എനിക്ക് സംശയം തോന്നിയത്. ആ ചേട്ടന് തമിഴ് പെണ്ണുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിക്കണേ തമിഴ് പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നേ. ആഗ്രഹമൊക്കെ കൊള്ളാം. ശരി, ഓക്കെ, പിന്നെ സംസാരിക്കാം. ശരിടി, ഓക്കെ. അവന് അച്ഛൻ, അമ്മ, സ്വന്തമായിട്ട് ആരുമില്ല. അവന് സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവനാണവൻ. തെറ്റൊന്നും ചെയ്യില്ല. ആവശ്യമില്ലാതെ അവനെ കുറ്റപ്പെടുത്തരുത്. அம்மா, என்னடி? நான் பார்லருக்கு போறேன். ஏதாச்சும் வாங்குறதுக்கு இருக்கா? ഞാൻ പോയിട്ട് വരാം. ആ, എന്തൊക്കെയുണ്ട് ഏട്ടാ? കച്ചവടം എങ്ങനെ പോകുന്നു? പറവല്ല പാണ്ടി. அந்த சைடு மழை எப்படி? இல்லண்ணா, அங்கே எதுவும் மழை இல்லை. കളക്ഷനിൽ எப்படி இருக்கு? പറയത്തക്ക രീതിയിലൊന്നും ഇല്ല. ഓക്കെ അണ്ണാ, വരാം. ശരി. കറുപ്പാണല്ലോ കോൾ ചെയ്യുന്നത്. എപ്പോഴാണ് നീ നാട്ടിൽ നിന്ന് വരുന്നേ? കളക്ഷനിലാ മച്ചു ഞാൻ. അതൊക്കെ അങ്ങനെ പോകുന്നു മച്ചാ. അലക്സാണ്ടർ ചേട്ടന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോ ബി എന്നെ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. അവരുടെ വീട്ടിൽ ഞാൻ ഇരുന്ന സമയത്ത് അവളെ തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നില്ലേ, അതവൾ കണ്ടായിരുന്നു മച്ചാ. അതാ പ്രശ്നമായത്. അത് കഴിഞ്ഞ് വേറൊരു ദിവസം കളക്ഷൻ അനസുവിന്റെ വീട്ടിൽ പോയപ്പോ കഥ തുറന്നത് ബി ആണ് മച്ചാ. എന്തൊരു ഭംഗിയായിരുന്നറിയോ. എന്റെ പൊന്നു മച്ചാ, ഞാൻ ഷോക്ക് അടിച്ചതുപോലെ ആയിപ്പോയി. അപ്പൊ അവളെന്നെ കളിയാക്കാൻ തുടങ്ങി. ഞാൻ വിട്ടുകൊടുക്കുവോ? ഞാൻ അവളുടെ സുന്ദരമായ ആ കണ്ണുകളിലേക്കൊന്ന് നോക്കി. അതോടെ ആള് ഫ്ലാറ്റായില്ലേ. ആ കണ്ണുകൾ സംസാരിക്കാൻ തുടങ്ങി. മുഖം നാണം കൊണ്ട് തുരുത്തു. അവളുടെ ചുണ്ടുകളിൽ വിരിഞ്ഞ ചിരി എന്നെ കൊന്നു കളഞ്ഞളിയ. കണ്ണടയ്ക്കാൻ പോലും തോന്നിയില്ല. ഞാൻ അങ്ങനെ തന്നെ നോക്കി നിന്നു. എന്തൊരു സൗന്ദര്യമായിരുന്നു അറിയോടിയാ. എടാ, ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാൻ മോശമായിട്ടൊന്നല്ല നോക്കിയത്. അവളുടെ കണ്ണുകളിലേക്ക് മാത്രമേ നോക്കിയുള്ളൂ. അതിനൊരു കാന്തിക ശക്തി ഉണ്ടളിയ. വീണ്ടും വീണ്ടും നോക്കണമെന്ന് മനസ്സ് തുടിച്ചോണ്ടിരിക്കുക. ശരി മച്ചം, കളക്ഷന് പോകാൻ സമയമായി. ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. എന്താ പാണ്ടി, എപ്പോഴാ ഒരു കല്യാണ സദ്യ കഴിക്കാൻ പറ്റുക? ഒരു സദ്യയുടെ കാര്യമല്ലേ, അത് എത്രയും പെട്ടെന്ന് തരാം. കല്യാണ സദ്യയെ പറ്റിയാ ഞാൻ ചോദിച്ചേ. അത് തന്നെയാ ഞാനും പറഞ്ഞേ.
അപ്പൊ പെങ്കൊച്ചിനെയൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലേ? നിനക്കെന്ത് പോവാ മോളെ വേണ്ടേ? ഈ പെങ്കൊച്ച് ധാരെ നോക്കുന്നേ? കണ്ടിട്ട് പാണ്ഡ്യെ നോക്കുന്ന പോലെ ഉണ്ടല്ലോ. അതെ, എന്താ വേണ്ടേ? ഒന്നുമില്ല. എന്താ പാണ്ഡി, ആ പെങ്കൊച്ച് നിന്റെ പുറകെ തന്നെ ഉണ്ടല്ലോ. ഏത് പെണ്ണ്? അതാരെന്ന് എനിക്കറിയില്ല ചേച്ചി. കട മുതൽ നിന്റെ പുറകെ തന്നെ ഉണ്ട് ആ പെങ്കൊച്ച്. അങ്ങനെയാണോ? അതേ നീ ദാ ആ പെങ്കൊച്ച് തന്നെ.